എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. JSK ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരള. എന്ത് പേര് പറയുമ്പോഴും ഇനി എഴുതുമ്പോഴും പറയുമ്പോഴും വി കൂടി ചേർക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായിട്ടും വി എപ്പോഴും ഉപയോഗിക്കാം, നന്നായിരിക്കും. ജിനേഷ് ഫിലിപ്പ് വി, റഫീഖ് TV, മായൻകുട്ടി വി, അല്ല നന്നായിരിക്കും. അത് വളരെ നല്ല. പക്ഷെ ഈ വി ഉപയോഗിക്കുന്നത് എന്തിനാണെന്നാണ് ഇതുവരെ മനസ്സിലാവുന്നത്. എന്താണ് പ്രശ്നം? ജാനകി എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ എന്നുള്ളത് നമുക്ക് സിനിമ കണ്ടപ്പോ മനസ്സിലായിട്ടില്ല. നമ്മൾ അങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു, സിനിമ കാണുമ്പോഴെങ്കിലും മനസ്സിലാവുന്നത്. അതെന്താണ് ആ പേര് ഉപയോഗിച്ചുള്ള പ്രശ്നം എന്നുള്ളതേ. അതെ, എന്താണ് പ്രശ്നം? നിങ്ങളുടെ ഒരു ഐഡിയ കിട്ടിയില്ല കേട്ടോ, അത് എന്തിനാന്നുള്ളത്. അതെ, എന്താണെങ്കിലും JSK സിനിമ കണ്ടിട്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. വക്കീൽ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. സംഭവം ഒരു തീപ്പൊരി ആയിട്ടൊക്കെ ചില സമയങ്ങളിൽ പറത്തി, പക്ഷേ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അത് സിനിമ അവസാനിക്കുമ്പോഴത്തേക്കും അതെ ആ ഇപ്പൊ പറഞ്ഞ അവസ്ഥ, അതായത് ഒരു കാര്യമില്ലാത്ത അവസ്ഥ അതിലേക്ക് എത്തി. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതായത് ഫസ്റ്റ് ഹാഫ് ഇത് കൊണ്ടുപോയ രീതി, കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്ന രീതി, ഇത് നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകി. സംഭവം എന്തൊക്കെയുണ്ട്, പുതിയതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെയോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അതായത് സത്യം അതാണ്. പക്ഷെ നമ്മൾ കണ്ടെത്തിയതും വാദിക്കുന്നതും തെറ്റായ എന്തോ ആണെങ്കിൽ നമ്മൾ കരുതുമല്ലോ എന്തോ ഉണ്ട്, അങ്ങനെ തെറ്റിദ്ധരിച്ചതായിരുന്നു. സത്യമായിട്ടും ഇതിന്റെ ഹാഫ് ടൈം വരെ ഞങ്ങൾ പറയുകയും ചെയ്തു, ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ ഭീകര ലെവലിലാണല്ലോ ഈ സാധനം പോണത് എന്നുള്ളത് നമുക്ക് തോന്നി. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് സുരേഷ് ഗോപിന്റെ ആണെങ്കിലും ആളുടെ പെർഫോമൻസ് കൊണ്ടൊക്കെ ആണെങ്കിലും ഒരു തീപ്പൊരു സാധനം കൊണ്ടേ നിർത്തി. കോർട്ട് റൂം സീനുകളൊക്കെ അടിപൊളിയായിരുന്നു. അവിടെയും കൊണ്ടേ നിർത്തി കഴിഞ്ഞിട്ട് അപ്പം ആ ഒരു പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയോ സംഭവിക്കാണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെല്ലുന്നത്. അതിനുശേഷം ഹാഫ് ടൈമിന് ശേഷം സംഭവിക്കുന്ന കുറെ ഇൻവെസ്റ്റിഗേഷൻസും അത് ഇവിടെയാണോ അവിടെയാണോ, ഇത് എന്താണ് ചെയ്യുന്നത്, ഇത് എവിടുന്നാണ് ഈ സാധനം കിട്ടിയത്. ഇത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് കുറച്ച് ടീമുണ്ടേ, അതാരാന്നുള്ളതൊന്നും പറയുന്നില്ല. ഇവരൊക്കെ ഇത് എന്തിനാ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. ഇവർക്ക് എന്താണ് ഇപ്പോ ആ ഒരു കാര്യം നടന്നതിനാണോ ഇയാള് ഇവരെ കൂടെ, അല്ലെങ്കിൽ വേറെ സംഭവം നടന്നതിന് ഒരു ഫോൺ വാങ്ങിയതിന്റെ പേരിലാണോ ആ ആളുടെ കൂടെ, ഒരു വീട്ടിൽ പോയി താമസിക്കുന്നു എന്തിന്റെ പേരില്, അതെ ഒരു കണക്ഷനും ഇല്ല തമ്മില്. എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യണമെങ്കിൽ പോലും അതിന് അതിന്റേതായ ഒരു കണക്ഷൻ, എന്തെങ്കിലും ഒരു സംഭവം ഫീൽ ചെയ്യണ്ടേ. ഇത് ആ രീതിയിൽ ഡീറ്റെയിൽ ചെയ്ത് ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം, പക്ഷെ ശരിയായ രീതിയിൽ വന്നിട്ടില്ല. ഇനിയിപ്പോ ഇതിലിപ്പോ ഒരു റേപ്പ് സംഭവവുമായി ബന്ധപ്പെട്ടുള്ളൊരു സംഭവമാണ്. അതില് കുറച്ച് ആൾക്കാരെ നമ്മൾ സംശയിക്കുന്നുണ്ട്. ആ സംശയിക്കുന്ന ആൾക്കാരുടെ മുഖം പോലും നമ്മുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ആവുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു ഷോട്ട് അതിൽ ശരിക്കും കാണിച്ചിട്ടില്ല. അതാണ് എന്നിട്ട് നമ്മൾ സംശയിക്കുകയാണ്, ഇവരാണോ, ഇതാരായിരുന്നു, ഇത് മറ്റേതാരായിരുന്നു, അത് തുടക്കത്തിൽ തന്നെ ഒരാളെ കാണിക്കുന്നുണ്ട്. ഇയാളുടെ സെക്കൻഡ് ഹാഫിൽ ഇയാളുടെ സീനുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചു, ഇയാള് തന്നെ ആയിരുന്നു അപ്പൊ അവിടെ. അതായത് ഒരാളെ നമ്മുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ അയാളെ കാണുന്ന പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സംഭവം കിട്ടുന്നില്ല. അതിൽ ഭയങ്കര പരാജയമാണ്. പിന്നെ കുറെ കോ ആർട്ടിസ്റ്റുകളുണ്ട്. മിസ്കാസ്റ്റിംഗ് ഉണ്ടല്ലോ. മിസ്കാസ്റ്റിംഗിന്റെ ഫസ്റ്റ് പേരാണ് മാധവ് സുരേഷ്. സത്യമായിട്ടും വമ്പൻ പരാജയം. ആളെന്താണോ നമ്മള് കുറെ റീലുകളിലൊക്കെ കണ്ടിട്ടില്ലേ, ആ സാധനം തന്നെ, ആ ഒരു എക്സ്പ്രഷനും അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും ആളുടെ വരുന്നില്ല. ഇപ്പൊ നമ്മളിവിടെ ഇരുന്നോട്ട് പറയുമ്പോ അതാണ് എനിക്കൊരു ഡയലോഗ് വരാണ്, എന്തിനാ സാറേ കൊന്നിട്ട്. അപ്പൊ ഇന്ന് ഒരു കമന്റ് പ്രതീക്ഷിച്ചു, നമ്മൾ ഗുണ്ടകളല്ല, സെയിം ഇതേപോലെയാണ്. അത് ആള് ചിലപ്പം രണ്ടാമത്തെ സിനിമ ആയിട്ടുള്ളൂ, ചിലപ്പോ ആയി വന്നേക്കാൻ. ഒരു കാര്യം പറയട്ടെ, എക്സ്പ്രഷൻ പോട്ടെ, അഭിനയം കാര്യങ്ങളും ഒക്കെ പോട്ടെ, കോൺഫിഡൻസ് ഇല്ലായ്മ, അത് പിന്നെ ബോഡി ലാംഗ്വേജ് കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥ. എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയി നമ്മളൊന്ന് പ്ലേസ് ചെയ്യുമല്ലോ, ഇരിക്കണമെങ്കിൽ ഇരിക്കണം, ഒരു കൈ നമ്മളൊരു സ്ഥലത്ത് വെക്കുമ്പോ ഇതൊക്കെ ഒരു ധാരണ ഉണ്ടാവും. ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ കൈ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം എന്നുള്ളതൊന്നും ആൾക്കറിയില്ല. ഇത് അവിടെ തന്നെ ഇരിക്കുന്നു. അതായത് ഒരു കാര്യം പറഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ കൈ വെച്ച് അങ്ങനെ ഉണ്ടാവും.
ഇങ്ങനെ നിൽക്കുവോ? അത് നമ്മൾ തിരിച്ചു വെക്കൂലേ? അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇതില് വേറെയും കുറെ ആൾക്കാരുണ്ട്. അതായത് ഇത് മാധവ് സുരേഷിനെ മാത്രം പറയുന്നതല്ല കേട്ടോ, മറ്റുള്ള കുറെ ആർട്ടിസ്റ്റുകളുണ്ട്, പുതിയ ആൾക്കാരാ, നമുക്ക് അറിയത്തില്ലാത്ത കുറെ ആൾക്കാരാ. ഇവരൊക്കെ ഒരു കാര്യത്തിന്റെ സമയത്ത് എക്സ്പ്രഷൻ ഇടേണ്ട സമയത്ത് ഇവരെന്തൊക്കെയോ കാണിക്കുന്നു. മിസ്കാസ്റ്റിംഗ് ഭയങ്കരമായിട്ട് നിഴലിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു സംഭവം നടക്കും, ഇപ്പൊ ഒരു ഭർത്താവിനെടുത്തിട്ട് ഒരാളെടുത്ത് എറിഞ്ഞ്, അപ്പൊ ഭാര്യ വന്ന് ഇത് കണ്ടിട്ട് കരയും. അങ്ങനത്തെ സീന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഈ കാണിച്ച് കൂട്ടുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അത് ശരിക്കും ശരിക്കത് അടിപൊളിയായിട്ട് മേക്ക് ചെയ്യണത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് പരിപാടി നടക്കുകയാണ്, അവിടെ ഭർത്താവിനെ പിടിച്ച് എറിയാണ്, അവിടെ ആ ഭാര്യയും ആ ഫാമിലിയും അവിടെ കാണിക്കുന്നത് എന്തായിരിക്കും? ഇവിടെ അത് വ്യത്യസ്തമാണ്. ഇവിടെ വന്നിട്ട് പിന്നെ ഒരു കരച്ചില് മാത്രമേ ഉള്ളൂ. ഒരാളെ കരച്ചിലൊന്നും ശരിയല്ല. ഒരാളെ ഇനി അത് പോട്ടെ, ഒരാളെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ആള് തെറ്റുകാരനാണെന്ന് അറിയുമ്പോ അവിടെ പോയിട്ട് ഇത് എങ്ങനെ ആ ഒരു ആള് പ്രതികരിക്കണം എന്ന് ഒരു ധാരണയില്ല അവർക്ക്. അതിനെന്നിട്ട് എന്തോ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനത്തെ പല സിറ്റുവേഷൻ ഉണ്ട് ഇതില്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ഇത്, ട്രെയിലർ സമയത്ത് ട്രെയിലറിന്റെ റിയാക്ഷന്റെ ടൈമില് കുറെ ആൾക്കാർ കമന്റ് ഇട്ടൊരു സാധനമായിരുന്നു കേട്ടോ. അപ്പൊ എനിക്കത് തോന്നിയില്ല, കമന്റ് കണ്ടപ്പോഴും എനിക്കത് തോന്നിയില്ല. താടിന്റെ കാര്യം സത്യം. അത് സുരേഷ് ഗോപിനെ വെപ്പ് താടി വെക്കുന്ന സീൻ ക്ലൈമാക്സിലിട്ട് നമ്മുടെ നാടോടിക്കാരിലെ ശ്രീനിവാസന് അന്ന് വെച്ച താടി അതേപോലെ എടുത്തു വെച്ച പോലെ കാറിലിരിക്കുന്ന മിക്ക ഷോട്ടുകളിലും താടി കുറച്ച് കൂടുതലാണ്, ഭയങ്കര ബോറും. അതും ചില സമയത്ത് കളർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് അങ്ങ് അടിച്ച് കയറ്റി വെച്ചിരിക്കുക, അത് ഭയങ്കര ബോറായിട്ടുണ്ട് ചില സമയത്ത്. പിന്നെ ആസിഫ് അലിയുടെ അനിയൻ ആളൊരു മൊണ്ണേഷ് ക്യാരക്ടർ, സത്യം സംഭവം ആളെ. പിന്നെ ഇതില് അതായത് തെളിവുകളൊക്കെ എത്തുന്നതൊക്കെ കണ്ടെത്തുന്നല്ല, കോയിൻസിഡൻസ് പോലെ ഇങ്ങോട്ട് വരികയാണ്. അല്ലാതെ ഇതൊന്നും അന്വേഷിച്ച് പോയി കണ്ടെത്തുന്നതല്ല, ഒരാളുടെ ബുദ്ധിന്റെ ഇതുകൊണ്ടോ ഒന്നുമല്ല. കണ്ടെത്തിയതോ ലോക പൊട്ടത്തരായിട്ടുണ്ട്, അത് വേറെ കാര്യം അല്ലേ? എന്നിട്ട് നമ്മുടെ നായകൻ, അതായത് സുരേഷ് ഗോപിന്റെ സിനിമയാണെന്ന് ചോദിച്ചാൽ അല്ലത്. ഹാഫ് ടൈം ആൾക്കുള്ളതാണ്, പിന്നെ ആളില്ല, എവിടെയോ പോയി. നമുക്ക് തന്നെ സംശയം തോന്നിപ്പോയി, ഇങ്ങനെ ഇല്ലേ, കഴിഞ്ഞോ, ഇനി ലാസ്റ്റിനാണായിരിക്കും വരുന്നേ, അങ്ങനത്തെ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും. പിന്നെ എനിക്ക് തോന്നുന്നു BGM എന്തോ ഒരു ചില സമയത്ത് അടിപൊളിയായിട്ടുണ്ട് ചില ടൈമില്, പക്ഷെ ചില സമയത്ത് ഒരാവശ്യമില്ലാണ്ട് മറ്റേ ബും ബും നമുക്കിങ്ങനെ ഇറിറ്റേറ്റ് ഒരു സിറ്റുവേഷൻ അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻ അല്ല, അതൊരു ഡ്രാമ ഫീൽ ചെയ്യാൻ, പിന്നെ ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു നിഗൂഢത ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂസിക്കിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരുടെ മുഖത്തോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിലോ അതില്ല. പിന്നെ ഇതിന്റെ ആ ക്രൈം ഇവർ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് മാത്രമല്ലാതെ വേറെ കുറച്ച് പോയിന്റ് പറയാൻ ശ്രമിച്ചിട്ട് നമുക്കത് മനസ്സിലാവും ഇവർ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണ്. ചില സമയത്ത് ഇത് കഴിഞ്ഞില്ലേ, ഇനി വേറെയും പോയിന്റ് ഉണ്ടോ, പ്രതികർക്കപ്പെടുകയാണ്. ഏത് ഗവൺമെന്റ് എന്തോ തെറ്റിയത പോലുള്ളൊരു സാധനം ശരിയാണ്. അത് ആ രീതിയിൽ ആ പോയിന്റിലേക്കായിരുന്നു സിനിമ പറയുന്നതെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്ത് പറയണമായിരുന്നു. ഇതിന്റെ ഇപ്പൊ നമ്മളൊരു ബുക്ക് കൊണ്ടിട്ട് അതിന്റെ താഴെ ഏതെങ്കിലും ഒരു പേപ്പർ അതിന്റെ ഉള്ളിൽ വെക്കൂലേ, അങ്ങനെ കടത്താൻ ശ്രമിച്ച പോലെ ഒരു ഫീൽ ഉണ്ട്. എന്നിട്ട് ഈ പേപ്പർ ലാസ്റ്റ് വലിയ ഇമ്പോർട്ടൻസോടെ നമ്മുടെ മുന്നിലേക്ക് തരുമ്പോ ആ ബുക്കിനേക്കാളും പ്രാധാന്യം അതിന് കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടൂല. ഇത് അവര് പറയാൻ ഉദ്ദേശിച്ച സാധനം ഇൻവെസ്റ്റിഗേഷന്റെ സംഭവങ്ങളും അതിനകത്തെ പ്രശ്നങ്ങളുമാണ്. പക്ഷെ അതിനകത്ത് മൊത്തം അതിന്റെ കൂടെ പോവാണ്ട് അതിന്റെ ഇടയിൽ കൂടെ വേറെ കുറെ കാര്യങ്ങൾ പറയും. അത് ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്നിട്ട് ഒരു കൺക്ലൂഷൻ വരുമ്പോ നമ്മള് ഞാനേ ഒരു സമയത്ത് തെറ്റിദ്ധരിച്ചു പോയി ഭയങ്കരമായിട്ട്, എന്ത് പൊട്ടത്തരായി ചെയ്തു വെച്ചിട്ടുള്ളതെന്ന്. അതായത് ഒരു കുട്ടി വളരുന്നു, അപ്പൊ ആൾക്ക് പ്രശ്നമൊന്നുമില്ല, വളർത്താൻ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു. പ്രതി ഇന്ന ആളാണെന്ന് അറിഞ്ഞ സമയത്ത് ആ വയറ്റിലിട്ട് കുത്തുകയാണ്. അപ്പോൾ പ്രതി കാണാൻ ചൊറുക്കില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ആൾ ഉദ്ദേശിച്ച ലെവലിൽ അല്ലാത്തൊരു പ്രതി ആയപ്പോ ആൾക്കിത് വേണ്ടെന്ന് തോന്നിയ രീതിയിലാണ് നമുക്ക് തോന്നിയത്. ഇതില് ആ ഒരു സാധനം ഇത് കണ്ട ആൾക്കാർക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്യും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അതുവരെ ആൾക്കാർ പ്രശ്നമല്ല, ആള് ഈ ഒരു സംഭവത്തിൽ ആള് ആ കുട്ടി ഒരു ജീവനാണ്, അതിനെ വളർത്തും, അല്ല അതിനെ കൊല്ലാൻ സമ്മതിക്കൂല എന്ന് പറയുന്ന ആളാണ്. ഇന്ന ആളാണ് പ്രതി എന്നറിയുമ്പോ വയറ്റത്ത് അടിച്ചിട്ട് കൊല്ലാൻ ശ്രമിക്കും. എന്നിട്ട് ആളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് ആ കുട്ടീനെ
അത് പോട്ടെ. വേറെ അതായത് ചോദ്യം ഇതാണ്, അതായത് പ്രതി ഇന്ന ആളാണെന്ന് അറിഞ്ഞ സമയത്ത് അതിനു മുൻപില്ലാത്ത പ്രശ്നം പ്രതി ഇന്ന ആളാണെന്ന് അറിയുമ്പോ എന്തുകൊണ്ട് തോന്നി എന്നുള്ളത് ഒരു വലിയ ചോദ്യമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അത് തന്നെയല്ല ഏറ്റവും വലിയ, അതെ, എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ, സംഭവങ്ങൾ. അതാണ് അങ്ങനത്തെ കുറെ മണ്ടത്തരങ്ങള് ശരിയായ രീതിയിൽ വരാത്ത ഒരവസ്ഥ ഉണ്ട് അതില്. പക്ഷെ നന്നായിട്ട് മേക്ക് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ട് അത് ഹാഫ് ടൈം വരെ നമുക്ക് കണ്ടപ്പോ തോന്നിയതാട്ടോ. ഹാഫ് ടൈം കണ്ട് അതിനുശേഷം സെക്കൻഡ് ഹാഫും കൂടി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നിയത് നന്നായിട്ട് എടുക്കാമായിരുന്നു. ചില സമയത്ത് സുരേഷ് ഗോപിന്റെ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ആള് ശരിയായ രീതിയിൽ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല. വേറെ വല്ല തിരക്കിനോ പോയി. അപ്പോ അതിന് പകരം വെച്ച് ശ്രുതിനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതുപോലെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ദിവ്യ പിള്ള ഉണ്ട്, പിന്നെ അനുപമ പരമേശ്വരൻ, സുരേഷ്, ഇതൊക്കെ പറഞ്ഞല്ലോ. ഒന്നുകൂടി പറയണം എന്നാലും എനിക്കൊരു സമാധാനമുള്ളൂ. നമ്മൾ ഗുണ്ടകളല്ല, ഓക്കെ, റിവ്യൂവേഴ്സ് ആണ്. അപ്പം പോവല്ലേ? അപ്പോ ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം.